ഏതൻ ജാതി പ്ലാന്റേഷൻ നേഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നേഴ്സറി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് തൈകൾ അവൈലബിൾ അല്ലായിരുന്നു. വളരെ കുറച്ച് തൈകൾ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്നവരോട് മാർച്ച് മാസമൊക്കെ ആവട്ടെന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് തൈകൾ മാർച്ച് മാസത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ഡിലേ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈകളൊന്ന് ജസ്റ്റ് ഒന്നൊരു തട്ട് വരുന്നതാണ് നമ്മുടെ ഒരു കണക്ക്. നമുക്കിവിടെ ഒരു തട്ടായ തൈകൾ കൊടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പം ഇപ്പോൾ ഒരു തട്ടായി, ഇതൊക്കെ ഒരു തട്ട് കഴിഞ്ഞ് അടുത്ത തട്ടെടുക്കാൻ തുടങ്ങിയ തൈകളാണ്. ഇപ്പം നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആയിരിക്കുന്ന തൈകളെല്ലാം ഇതുപോലെ ഒരു തട്ട് കഴിഞ്ഞിട്ടുള്ള തൈകളാണ്. നമുക്കിപ്പോഴും ഒരുപാട് തൈകളില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് കൊടുക്കാൻ വേണ്ടി ഒരു 600ഓളം തൈകൾ നമുക്കിപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആണ്. സാധാരണയായിട്ട് നമുക്ക് ഒരു ഓർഡറൊക്കെ 1-2 ഓർഡറൊക്കെ വരുമ്പോൾ തൈ കുറയും, പിന്നെ നമുക്ക് കുറച്ച് ഡിലേ എടുക്കും. കാരണം ഓരോ ബാച്ച് ആയി വരുന്നതനുസരിച്ച് മാത്രമേ നമ്മളിവിടെ തൈകൾ സെയിൽ ചെയ്യാറുള്ളൂ. നമ്മുടെ ഈ ഏതൻ സെലക്ഷൻ വെറൈറ്റിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ വെറൈറ്റിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 കായ്ക്ക് 1 കിലോ വരും തൂക്കം. അതുപോലെ തന്നെ പത്രി ആണെങ്കിൽ 250 പത്രി, 250-280 പത്രിക്ക് ഇടയ്ക്ക് 1 കിലോ വരുന്ന ഒരു വെറൈറ്റിയാണ് ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന വെറൈറ്റി. അതുപോലെ തന്നെ ഇത് ലോ റേഞ്ചിൽ ചൂടുള്ള കാലാവസ്ഥയിൽ വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഇനമാണ് ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ വെറൈറ്റി. ഇപ്പോൾ ഇരിക്കുന്ന തൈകളെല്ലാം ഒരു സ്റ്റെപ്പ് വന്നു, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. എല്ലാത്തിനും ഒരു സ്റ്റെപ്പ് വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ കൂമ്പെടുക്കാൻ തുടങ്ങിയ തൈകളാണ് എല്ലാം. അങ്ങനെയുള്ള തൈകളാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അടുത്ത കൂമ്പ് എടുത്തു പോകും. നമുക്ക് ഈ തൈകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു സ്റ്റെപ്പ് വിരിഞ്ഞിട്ടുണ്ട്, അടുത്ത കൂമ്പ് എടുത്ത് കയറി വരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആകും. മാർച്ച് മാസത്തിൽ ജാനുവരി തൊട്ട് നമുക്ക് സാധാരണ നല്ല സെയിൽ നടക്കുന്ന ഒരു സമയമാണ്. കാരണം ജാനുവരിയിൽ ഒരുപാട് കർഷകർ നമ്മുടെ അടുത്ത് നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. കാരണം അത് 2 തട്ടും 3 തട്ടും ഒക്കെ ആക്കി മണ്ണിൽ കുഴിച്ചു വെക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ്, കവറൊക്കെ മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അങ്ങനെ ചെയ്യാറ്. അപ്പം ഈ വർഷവും നമുക്ക് അതുപോലെ തന്നെ ഇതുണ്ടായിരുന്ന പക്ഷേ നമുക്ക് തൈകൾ കൊടുക്കാനായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. കാരണം നമ്മൾ വളരെ കുറച്ച് തൈകളാണ് ചെയ്യുന്നത്. നമ്മൾ ആ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ കുറച്ച് തൈകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വെറൈറ്റി വേറെ ഒരു വെറൈറ്റി ആയിട്ട് മിക്സായി പോകാതെ അതേ ക്വാളിറ്റിയുള്ള ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന ആ വെറൈറ്റി തൈകൾ തന്നെയാണ് നമുക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. എങ്കിലും നിങ്ങൾ വിളിച്ചിട്ട് മാത്രം ഇവിടെ വരിക. കാരണം ഇവിടെ നമുക്ക് 365 ദിവസവും നമുക്കിവിടെ തൈകൾ കൊടുക്കാനായിട്ട് കാണാറില്ല. കാരണം നമുക്ക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈയാണ്. പ്രത്യേകിച്ച് ജാതി തൈയൊക്കെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 6 മാസത്തോളം സമയം വേണം. അപ്പം ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് തൈകൾ പലപ്പോഴും ഇവിടെ അവൈലബിൾ ആവാതെ ഇരിക്കും. കാരണം നമ്മുടെ ഇപ്പം കർഷകർ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തു നിന്നൊക്കെ സെയിൽ നടക്കുന്ന കർഷകർ ഒരു 300-500 തൈകളൊക്കെ വിൽക്കുന്ന വലിയ വലിയ പ്ലാന്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കർണാടകയിലോട്ടും തമിഴ്നാട്ടിലോട്ടും ഒക്കെ കൊണ്ടുപോകുന്ന ഫാമേഴ്സ് ഉണ്ട്. അവരൊക്കെ 300-500 തൈകളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി എപ്പോഴും ഇതേപോലെ ഇരിക്കണമെന്നില്ല. ഇപ്പം നമുക്ക് നല്ല തൈകൾ, ഏറ്റവും ബെസ്റ്റ് തൈകളെന്ന് പറയാം. ഈ വർഷം ഇനി ഇതുപോലെ നമുക്ക് ഇത്രയും നല്ല തൈകൾ ആയി വരുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം സീസൺ ആകുമ്പം തൈകളുടെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ വാങ്ങിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ തൈകളെല്ലാം നമ്മൾ ഇതുപോലെ ടാഗിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ വെറൈറ്റിയുടെ പേര് നമ്മൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏതൻ സെലക്ഷൻ എന്നുള്ള വെറൈറ്റി. ഇതാണ് നമ്മൾ ടാഗിട്ട് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാട്ട്യാദിയിലുള്ള തൈകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് കാട്ട്യാദിയിലുള്ള തൈകൾ മാത്രമേ നമ്മുടെ നേഴ്സറിയിൽ ഇപ്പോൾ ഉള്ളൂ. ഇനിയും നാടൻ വെറൈറ്റി ആവണമെങ്കിൽ നമുക്ക് കുറച്ച് നാളും കൂടി എടുക്കും. കാരണം നാടൻ വെറൈറ്റികളൊക്കെ ബഡ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിലും 4-5 ജൂൺ ജൂലൈ ഒക്കെ ആകാതെ നമുക്ക് നാടൻ വെറൈറ്റീസ് ഒരിക്കലും നമുക്കിവിടെ അവൈലബിൾ ആവത്തില്ല. ഇപ്പോൾ നമുക്കുള്ളത് ആണ് ഇത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതൊക്കെ നല്ലതായിട്ട് ഒരു തട്ട് നന്നായിട്ട് മൂത്ത് അതിൻ്റെ കളറ് മാറി ബ്രൗൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് കൂമ്പെടുക്കുന്ന തൈകളാണ്. ഇങ്ങനെയുള്ള തൈകളാണ് ഏറ്റവും നല്ലത്. നമുക്ക് കവർ മാറാനാണെങ്കിലും നല്ലത് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ മണ്ണിൽ വെക്കാനും നല്ലതാണ്. പക്ഷേ നമ്മളിപ്പോൾ മാർച്ച് മാസത്തിൽ മണ്ണിൽ വെക്കുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ മാർച്ച് മാസത്തിൽ തൊട്ട് പുതിയ രീതിയിലുള്ള ന്യൂ ജനറേഷൻ കൃഷികളൊക്കെ നടക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഏതൻ സെലക്ഷൻ വെറൈറ്റി. 55-60 കായ്ക്ക് 1 കിലോയും 250-280 പത്രിക്ക് 1 കിലോയും വെട്ടുന്ന ലോ റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഏതൻ സെലക്ഷൻ. നമ്മുടെ തൈകൾക്ക് ഈ തൈകൾക്ക് നമ്മൾ 350 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നമ്മുടെ നേരത്തെ നമ്മൾ 400 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നത്, കവർ മാറിയ വലിയ തൈകളാണ് 400 രൂപ ഒരു സ്റ്റെപ്പിന് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ വർഷം 350 രൂപയ്ക്ക് തന്നെയാണ് തൈകൾ കൊടുക്കുന്നത്. വില കൂട്ടിയിട്ടില്ല. പഴയ നമ്മൾ തുടങ്ങിയ സമയം തൊട്ടുള്ള ഒരു റേറ്റാണ് 350 രൂപ. ആ 350 രൂപയ്ക്ക് ഒരു തട്ട് തൈകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 തട്ടുള്ള തൈകൾ നമുക്ക് ഈ വർഷവും കാണത്തില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ ഉൽപ്പാദിപ്പിച്ച തൈകളെല്ലാം സെയിലായി. നമ്മൾ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുന്നില്ല. ഉള്ള ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റിയിൽ യഥാർത്ഥ വെറൈറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ഒത്തിരി ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നല്ല വലിയ മരത്തിൽ നിന്നുള്ള ബഡ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും എടുക്കുന്നത്.
അപ്പം നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് തൈകൾ കളക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതിലും വലിയ തൈകൾ നമുക്ക് ഈ വർഷം ഇനി അവൈലബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനിയിപ്പോൾ സീസൺ ആവുന്നതനുസരിച്ച് ആളുകൾ വന്ന് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തൈകൾ ചെറിയ തൈകളാണെങ്കിൽ ആൾക്കാർ അത് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. കാരണം ആ വെറൈറ്റിയോടുള്ള അല്ലെങ്കിൽ ആ ഇനത്തിനോടുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ തൈകൾ വാങ്ങിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് തൈകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഈ തൈകൾ നമുക്ക് ജൂൺ വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ 2 തട്ടയിലൊക്കെ കിട്ടും. പക്ഷേ അതിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. നമുക്ക് പുറത്തോട്ടാണ് കൂടുതലായിട്ടുള്ള തൈകളുടെ ഓർഡർ വരുന്നത്. അതെല്ലാം ഇപ്പം കർണാടകത്തിലോട്ട് നമ്മുടെ തൈകൾ പോകുന്നുണ്ട്. കർണാടകയിലോട്ടൊക്കെ പോകുന്ന തൈകൾ ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കിവിടെ തൈകളുടെ എണ്ണം വളരെ കുറയും. ഇപ്പം നമ്മുടെ തൈകളെല്ലാം ഒന്ന് കാണാം. നമുക്കിപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള തൈകളാണ് ഇതെല്ലാം. എല്ലാം ഓൾമോസ്റ്റ് ഒരു തട്ട് വിരിഞ്ഞാണ്. എന്നാൽ ചിലതിനൊക്കെ തട്ട് വിരിയാത്ത തൈകളുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ വന്ന് ഏത് തൈകൾ വേണമെങ്കിലും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കും. നമുക്കിവിടെ ഇന്ന തൈകൾ തിരഞ്ഞെടുക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള തൈകൾ ഇവിടെ വന്നാൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും.